ചേച്ചി ചേച്ചി ആരാ? ഞാൻ തന്നെ. അയ്യോ മീൻ വേണ്ട. എന്താ ചേച്ചി? ഓ മീൻ കൊള്ളൂലെന്ന് പറഞ്ഞല്ലോ, വിഷമാന്ന്. അത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരണല്ലേ? എല്ലാ മീനിലും എന്താ കടലിൽ എന്താ വിഷം കലങ്ങിയിട്ടുള്ളതുകൊണ്ട് മീനൊന്നും കൊള്ളൂലെന്ന് പറഞ്ഞല്ലോ. ഇല്ല, ഇത് ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരണത്. വേണ്ട വേണ്ട, ഇവിടെ വേണ്ട. ഞാൻ കടപ്പുറത്തുനിന്ന് കൊണ്ടുവരണം. കടപ്പുറത്തെ മീനാ? കടപ്പുറത്തുനിന്നാണല്ലോ മീൻ കൊണ്ടുവരുന്നത്. അല്ല, നമ്മള് കൊണ്ടുവരണല്ലേ? അതന്നെയാ പറഞ്ഞേ, നിങ്ങൾ കച്ചവടം നടക്കാൻ വേണ്ടിട്ട് പല നുണയും പറയും. നമുക്ക് വേണ്ടപ്പാ. ശരി, മീൻ വേണ്ടെങ്കിൽ വേണ്ട. പൈസ കഴിഞ്ഞ പറ്റിന്റെ ഒക്കെ തരവുള്ള, കഴിഞ്ഞ പറ്റ് കുറച്ച് പൈസ തരവുള്ളത്. അതിനി മേടിക്കുമ്പോ തരാം. അതെങ്ങനെ ചേച്ചി ശരിയാവണത്? അല്ലേ, ഞാനിപ്പൊ മീൻ മേടിച്ചാലും കടം പറയാൻ വേണ്ടിയല്ലേ ഇരുന്നത്. എൻ്റെ പൈസ ഇല്ലല്ലോ. നമ്മളാ മാസാവസാനല്ലേ പറ്റ് തീർക്കാറ്. എന്നാലും 10,000-3000 രൂപ ഉണ്ടല്ലോ ഇനി തരവുള്ളത്. 3000 ഒന്നുമില്ല, അത് ഇച്ചിരി കയറ്റി പറയണതാ. എന്താണെങ്കിലും ഇപ്പൊ ഇല്ല. ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ പറയണ? ആരൊന്നും മീൻ വാങ്ങിയില്ല. അതെന്റെ കുഴപ്പമില്ലല്ലോ, മീൻ നല്ലതാണെങ്കിലല്ലേ ആൾക്കാർ മേടിക്കുള്ളൂ. എന്ന് സ്ഥിരം വാങ്ങണല്ലേ? എന്റെ കയ്യിൽ പൈസ ഇല്ല കൊച്ചേ. ചേച്ചി അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? നിങ്ങൾ ആരും മീൻ വാങ്ങിയില്ല. നിങ്ങൾ എങ്ങനെ? നമുക്ക് കുടുംബമൊക്കെ ഉള്ളല്ലേ? അത് അടുത്ത പ്രാവശ്യം വരുമ്പോ എന്തായാലും തരാം. ഓ ശരി, വാങ്ങിയില്ല ചുമ്മാ എന്തിനു. അമ്മ ഇന്ന് മീൻ വാങ്ങിച്ചില്ലേ? മീൻ വാങ്ങിക്കാവോ കുഞ്ഞെ? മീനിൽ വിഷല്ലേ. അമ്മ ഇതെങ്ങനെയൊക്കെ അറിഞ്ഞേ? പിന്നെ ഞാൻ പത്രം വായിക്കണല്ലേ. ശരി, എങ്കിൽ പറ, ഈ മീൻ ഇങ്ങനെ ആവാൻ കാരണമുള്ള ഒരു കെമിക്കലിന്റെ പേര് പറ. ആ കെമിക്കലിന്റെ അതെന്താ? അങ്ങനെ കെമിക്കലൊന്നും അല്ല. കടലിൽ എന്തോ വിഷം കൊണ്ടുവന്ന് കലക്കിന്നോ, അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വയറിന് അസുഖം എന്തൊക്കെയോ പറയണു. അങ്ങനെ എന്തുവാ അമ്മ? ഇങ്ങനെ വന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ മീനിൽ ഇങ്ങനെ ആവാൻ കാരണം ഫോർമാലിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഈ മീനിൽ കളരും. ഫോർമാലിൻ അത് ഈ ഡെഡ് ബോഡീസ് ഒക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒഴിക്കുന്ന ഒരു കെമിക്കലാണ്. അത് ആര് കടലിൽ കൊണ്ടുവന്ന് കലക്കി? അമ്മ, അത് ഈ മീൻകാരന്മാര് മീൻ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒഴിക്കണതാ. മീനിലോട്ട് ഒഴിക്കും. അപ്പൊ അത് നമ്മളെ ഉള്ളിൽ പോവുകയാണെങ്കിൽ നമ്മളെ ഓർഗൻസ് ഒക്കെ അത് തകർക്കും. ഇത് നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന ടീച്ചർ. ഇപ്പൊ ക്ലാസ്സിൽ പറഞ്ഞു തന്നെ, ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു നിന്നോട്. അമ്മയ്ക്ക് ആ കെമിക്കലിന്റെ പേരറിയാം? പേര് മാത്രല്ലേ പറയാതിരുന്നുള്ളൂ. എന്താണെങ്കിലും മീൻ തിന്നൂടാ. അതൊക്കെ പഠിച്ചു വെക്കണ്ട. ആരെങ്കിലും ചോദിക്കുമ്പോ അമ്മയ്ക്ക് സ്റ്റാറായിക്കൂടെ? ആരെങ്കിലും ചോദിക്കുമ്പോ അമ്മയ്ക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്തൂടെന്ന്. പിന്നെ ഇതിപ്പോ വലിയ സംഗതിയല്ലേ. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നീ ആ കത്തി എടുത്ത് ഇവിടെ വെച്ചു. ഇനിയിപ്പോ വല്ല പച്ചക്കറിയും വെട്ടിയഞ്ഞുണ്ടാക്കണം. പിരിവിന്റെ കാര്യം എന്തായി? ഒരുപാട് പൈസ കിട്ടാണ്ട് പൈസകൾ ചോദിക്കാൻ പോകണ്ട ആൾക്കാരുടെ റെസിപ്റ്റ് എഴുതി കൊടുത്തൊക്കെയാണ്. എന്റെ അളിയ പിരിവിനൊന്നും പോയാൽ ഒരു പൈസയും കിട്ടത്തില്ല. ആൾക്കാർ ചോദിക്കുന്ന 4, 3, 7 പേരുള്ള നിങ്ങളുടെ പാർട്ടിക്ക് എന്തിനാ പിരിവ് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അതിൽ കൂടുതൽ ജനസമ്മതിയുള്ള പാർട്ടി ഇവിടെ ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. ഏവനുണ്ട് അങ്ങനെ പറഞ്ഞ? ഏവൻ ആ പലചരക്ക് കട കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി അവൻ ഇച്ചിരി മുട കൂടുതല. അവനൊരു പണി ഇന്ന് തന്നെ കൊടുക്കണം. അതെ, നീ ഇന്ന് തന്നെ സിവിൽ സപ്ലൈസിന്റെ ഓഫീസിൽ പോകണം. അവിടെ ജയദേവൻ സാറുണ്ട്. ജയദേവൻ സാർ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അവിടെ പോയി സാറിനെ കാണണം, ഒരു പരാതി കൊടുക്കണം. അതായത് അവൻ്റെ കടയിൽ വിൽപ്പനയ്ക്ക് വെച്ചേക്കണ അരി മുഴുവനും പ്ലാസ്റ്റിക് ആണെന്ന്, പിന്നെ അവിടെ വിൽക്കാൻ വെച്ചേക്കണ എണ്ണ മുഴുവനും വിഷമാണെന്ന് പറഞ്ഞു, മണ്ണെണ്ണ മിക്സ് ആണെന്ന് പറയാം കേട്ടോ. പറഞ്ഞാൽ പോലെ ഒരു പരാതി എഴുതി കൊടുക്കും. അവിടെ എഴുതാൻ ആളിരിക്കും, അയാളെ കൊണ്ട് എഴുതിപ്പിക്കണം. പിന്നെ മറ്റേ ഹുസൈൻ്റെ അവിടെ പോയാ? മീൻകട ഹുസൈൻ്റെ അവിടെ പോയിരുന്നു. പോയപ്പോ ഹുസൈൻ അവിടെ ഇല്ല. ഹുസൈൻ എപ്പോഴും പോയാലും അവ വേറെ എവിടെയെങ്കിലൊക്കെ പോകും. എന്റെ അളിയ ഹുസൈൻ്റെ അടുത്തൊന്നും നടരാനെ പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല. അവൻ പഠിച്ച കള്ളനാണ്. അവൻ പിരിവിന് വരുന്നെന്ന് പറഞ്ഞാൽ അവൻ അപ്പോഴേ മുങ്ങും. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എന്നെ കുറേ ഇത് നടത്തിച്ചതാണ്. ഒരു കാര്യം ചെയ്യാം, ഹുസൈൻ്റെ ഞാൻ വാങ്ങിച്ചോളാം പൈസ. എനിക്കറിയാം ഹുസൈൻ്റെ അടുത്ത് പൈസ വാങ്ങിക്കാം. അവൻ്റെ വാപ്പാരിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെയാണ് നോക്കും. ഹുസൈനെ, അതെ നമ്മളെ നടരാജ ഇന്ന് പൈസയ്ക്ക് അവിടെ വന്നിരുന്നല്ലോ. നീ തരാമെന്ന് പറഞ്ഞ പൈസ വാങ്ങിക്കാൻ. ഓ ഓ ഓ അങ്ങനെ പോയല്ലേ? പിന്നെ ഇനിയിപ്പം നടരാജൻ വരൂല. നാളെ രാവിലെ ഒരു 8-8:30 മണിയാകുമ്പോൾ ഞാൻ നിൻ്റെ വീട്ടിൽ വരും പൈസ വാങ്ങിക്കാം. പൈസ കയ്യിലുണ്ടല്ലോ. പിന്നെ എന്തായാലും നമുക്ക് തരാനുള്ള പൈസയാണ്. രാവിലെ 8-8:30 ആകുമ്പോൾ ഞാൻ അവിടെ എത്തും. എങ്ങും പോവല്ലേ കേട്ടോ? എന്ത് ചെയ്യണം? എവിടെ? കടയിലുണ്ടോ? ശരി ശരി, അപ്പം നാളെ കാണാം. ഓക്കെ. നീ നാളെ ചെല്ലുമ്പോ അവൻ മുങ്ങും. നീ നേരത്തെ വിളിച്ചു പറഞ്ഞില്ലേ? നീ അതിൽ വലിയ മണ്ട. നാളെ ആര് പോണ്? പിന്നെ ഇപ്പൊ പോണത് എവിടെ അറിയാമോ? ഞാൻ ഇപ്പൊ നേരെ ഹുസൈൻ്റെ കടയിലോട്ടാണ് പോണത്.
അവൻ ഇപ്പോൾ അവിടെ കടയിലുണ്ട് കേട്ടോ. എനിക്കറിയാം പൈസ വാങ്ങി. ഇപ്പൊ പോകാൻ പോവാണോ? എടാ അവൻ്റെ ഉപ്പപ്പാരെന്ന് വരെ പൈസ വാങ്ങിക്കാനുള്ള ബുദ്ധി ക്ലീറ്റോയ്ക്കുണ്ട്. അത് ഐഡിയ ആണല്ലേ കൂടുതൽ. ചുമ്മാ അല്ല നമ്മൾ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയത്. അത് ഐഡിയ. ഇതെന്താ ക്ലീറ്റോ? ഇതെന്താന്ന്? ഏത് പൊട്ട ബിസ്ക്കറ്റ് കൊണ്ടാണ് ആടല്ലേ നിങ്ങളുടെ കയ്യിൽ എന്താന്ന്? ഇതാ മാറ്റി പിടിക്ക് ശവം. ശവമീ മാറ്റി പിടിക്കത്. ഞാൻ കടലിൽ പോക്ക് നിർത്തി. ഇല്ലെങ്കിൽ ഞാൻ ജീവനുള്ള പിടക്കണ മീനിനെ കൊണ്ടുവരാം. ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെ പിടയ്ക്കൂ. നിങ്ങൾക്ക് ബോധമില്ല ക്ലീറ്റോ, നിങ്ങൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. നിനക്ക് എന്താണ് ഇപ്പൊ കുഴപ്പം പറ്റിയത് അത് പറയും. തക്കിളി, അയ്യോ ആ സാധനത്തിന്റെ പേരെന്തായിരുന്നു? തക്കിളി മോനെ, എടി ആ ശവത്തിനടിക്കണ വിഷത്തിന്റെ പേരെന്താ? എന്തെന്ന്? ശവത്തിനടിക്കണ ഫോർമാലിൻ. ക്ലീറ്റോ അത് പുറത്തെടുക്കല്ലേ ക്ലീറ്റോ. ഡാഡി ക്ലീറ്റോ ഇതിനകത്ത് ആ പറഞ്ഞ വിഷം അടിച്ചിട്ടുണ്ട് ക്ലീറ്റോ. ഇത്രയും ഭംഗിയുള്ള മീനിനെ നോക്കി ഇങ്ങനെ വേണ്ടാതീനം പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്ന്? കണ്ട ഒരു വൃത്തികെട്ട മണം അതിന്ന് വന്നത്. മാറ്റിക്കിട്ട് എന്തിനും ഇങ്ങോട്ട് ചോദിച്ചോണ്ട് വന്നേ? അയ്യോ ഇന്നലെ വരെ തിന്ന മീനിന് ഒരു കുഴപ്പമില്ല അല്ലേ? ഇന്നിപ്പോ ഇത് എവിടെ നിന്ന് പെട്ടെന്ന് വിഷം വന്നത്? ഇന്നല്ലേ കലക്കിയത് മറ്റേ വിഷം. ഫോർമാലിൻ എവിടെ കലക്കി? എടി ഇത് അങ്ങനത്തെ മീനല്ല. ഇത് നമ്മളെ മാർക്കറ്റിലെ ഹോൾസെയിൽ ഹുസൈനില്ലേ അവൻ്റെ ഞാൻ മേടിച്ചെന്നല്ല ഞാൻ എടുത്തോണ്ട് വന്നതാ. പാർട്ടി ഫണ്ട് എപ്പോ ചോദിച്ചു എന്നാൽ അവൻ മുങ്ങിക്കളയും. ഇപ്പൊ ചെന്ന് കാശും മേടിച്ച് ഒരു മീനും ഞാനിങ്ങ് എടുത്ത്. അതാ പറഞ്ഞത് അതിനകത്ത് ഈ പറഞ്ഞ വിഷം അടിച്ചിട്ടില്ലെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? എടി അത് ഗോവയിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന മീൻ. ഇത് അതല്ല. ഇത് വിഴിഞ്ഞത്തുനിന്ന് നല്ല ചൂണ്ടയിട്ട് പിടിച്ചെടുത്ത് പിടയ്ക്കണ മീൻ. വിഴിഞ്ഞത്തുനിന്ന് ചൂണ്ടയിട്ട് എല്ലാ മീനിലും ഉണ്ട് ഫോർമാലിൻ. എന്നിട്ട് നിന്നോട് ആര് പറഞ്ഞു? എന്റെ ദൈവമേ, പത്രത്തിലൊക്കെ എഴുതി വെച്ചിങ്ങനെ വെറുതെ ആണോ? പത്രത്തിൽ കോളം നിറയ്ക്കാൻ വേണ്ടിട്ട് അവര് പലതും എഴുതും. ക്ലീറ്റ് കൊണ്ടുപോയി കളഞ്ഞ് മുറ്റത്ത് കൊണ്ടേ കളാ. എന്തിന്? കുഴിച്ചിടത്. നിനക്കേ മര്യാദക്ക് ഇതിനെ കുറച്ച് പകുതി എടുത്ത് ഫ്രൈ ചെയ്യുക, പകുതി വറുത്തരച്ച് മുളകിട്ട് ഇങ്ങോട്ട് വെക്കുക. ഞാനോ? പിന്നെ ഞാനോ? വെച്ചോ, വെക്കാൻ പറ്റുമെങ്കിൽ വെച്ചോ. ഞാൻ വെക്കൂല. എന്തോ? ഞാൻ ഈ മീൻ കൈ കൊണ്ട് തൊടൂലാന്ന്. കൂടുതൽ ആളാകരുത്. ഇത് നല്ല ഫ്രഷ് മീനാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇത് കൂട്ടി ചോറിനാൻ പറ്റുമോ? ഇതിൽ വിഷമല്ല. നിന്നോട് ഇതിൽ വിഷമല്ല നിനക്ക് പറയാം. ഇതിനകത്ത് വിഷമില്ല. പത്രത്തിൽ കണ്ടില്ലല്ലോ വിഷം ഉണ്ടെന്ന്. കുറച്ച് ദിവസം മുമ്പ് പത്രത്തിൽ ഉണ്ടായിരുന്നു പച്ചക്കറി മുഴുവൻ വിഷമായിരുന്നു. അതിന് ഒരാഴ്ച മുമ്പ് കോഴിയിൽ കംപ്ലീറ്റ് വിഷമാണെന്ന് പറഞ്ഞു. ഇതിപ്പോ എന്തിനാണ് വിഷം ഇല്ലാത്തത്? ഡാഡി ഇത് നമ്മളെ ഓർഗൻസ് ഒക്കെ തൊലയ്ക്കും. അവളെ ഓർഗൻസ് ഇംഗ്ലീഷ് മീഡിയം പഠിക്കാൻ പോയാൽ വേണ്ടാത്തതെല്ലാം കുറെ പഠിച്ചു വെച്ചോളൂ. കൂടാ കാര്യം പറഞ്ഞത് ഇത് കഴിക്കാൻ പാടില്ല. തങ്കം അത് ഈ മീനല്ല. കളിക്കരുത്. എന്റെ പച്ചക്കറിയിലും കൂടി ഇപ്പൊ ആ സാധനം വരും. നിനക്കിത് വേവിക്കാൻ പറ്റൂല്ലേ? പറ്റൂല. ഉറപ്പാണ്? ഉറപ്പ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലാൽ ഈ അടുക്കളയിൽ മീനോ ഇറച്ചിയോ എന്തെങ്കിലും വേവിക്കണ കണ്ട എന്റെ വിധം മാറും. പിന്നെ ഗവൺമെന്റ് പറയുമ്പോ ഞങ്ങൾ വേറെ വേവിക്കും. ഗവൺമെന്റ് നിങ്ങൾ ഗവൺമെന്റിന്റെ സൗകര്യത്തിനനുസരിച്ച് ഞങ്ങൾക്കൊക്കെ ജീവിക്കണമെന്നുണ്ട്. ഞങ്ങളുടെ ഓർഗൻസ് ഒന്നും പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അയ്യോ ആദ്യം തലക്കകത്ത് വേണ്ട ഒരു ഓർഗൻ ഉണ്ട്. പിന്നെ ജീവിച്ചിട്ട് എന്താ കാര്യം? മുത്തുലക്ഷ്മി ഉണ്ടോ അവിടെ? ഉണ്ടോ? പിന്നെ നീ എപ്പോഴും എന്നോട് പറയൂലേ നല്ല മീൻ കിട്ടണമെങ്കിൽ നിനക്കൂടെ തരണമെന്ന്. ഞാൻ നമ്മുടെ ഹുസൈനെ കാണാൻ പോയില്ലേ? പോയപ്പോൾ ഹുസൈൻ നിനക്കൂടെ തരാനായിട്ടൊരു മീൻ തന്നു കേട്ടോ. നല്ല പാര. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ പിന്നെ ഗ്യാസ് തീർന്നേ. അപ്പോൾ അടുപ്പ് കത്തിച്ച് വേവിക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് പറ്റില്ല. അഹങ്കാരമാ. അവൾക്ക് അങ്ങനെ ഒന്ന് മേലാണെങ്കിൽ പണിയെടുക്കാൻ ഇപ്പോൾ പറ്റില്ല. ഗ്യാസിലേ അവൾ വേവിച്ചോളൂ. അപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. നീ കാര്യം ചെയ്യും. ആ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇച്ചിരി വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തില്ല, കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് തന്ന മസാല കൂട്ട് റെഡിയാക്കി വെക്ക്. ഫ്രൈ ഒരു 2 കിലോ വരുവാ. ശരി ഓക്കെ. അതെ അഹങ്കാരം ഇല്ലാത്ത പെണ്ണുങ്ങൾ ഈ ലോകത്തുണ്ട് കേട്ടോ. ഇതും കൊണ്ട് നിങ്ങൾ ഈ മുറ്റത്തോട്ട് കിടക്കല്ലോ, എവിടെയെങ്കിലും കൊണ്ടൊന്ന് കുഴിച്ചിട്ടോ. എന്തിന്? ഇത് തിന്നലേ. അതെ ഇത് നിങ്ങൾ തിന്നണ്ട. ഇത് തിന്നാൻ പറ്റണ ഞങ്ങൾ കുറെ പേരുണ്ട്. പിന്നെ ഞാൻ ഇത് കഴിച്ചങ്ങ് ചാവണമെങ്കിൽ അങ്ങ് പോട്ട്. കളിക്കരുത്, മീനി തൊട്ട് കളിക്കരുത്. കളയാൻ തന്നെ കൊണ്ടുപോണത്. വിഷമിക്കണ്ട. ഇത് ഞാൻ കളയും. അകത്തോട്ട് കളയും കേട്ടോ. അല്ലേ ഈ വിഷം വെയിലും കൊണ്ട് നേതാവ് എങ്ങോട്ടാ പോകുന്നേ?
യുഗാണ്ടൻ കടപ്പുറത്തെ കടലിലെ വെള്ളമൊക്കെ അങ്ങ് വറ്റി. അവിടെ മീൻ കിട്ടാനില്ല. ഇത് അങ്ങോട്ട് കയറ്റിയേക്കാൻ കൊണ്ടുപോകണം. കുറച്ച് വേണോ? അയ്യോ ഈ വിഷം മീൻ തിന്ന് എനിക്ക് മരിക്കാൻ വേണ്ടേ. അയ്യോ എന്നെ കഴിച്ചോ? നിങ്ങളെല്ലാരും കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങി. വിഷമീൻ കഴിക്കാത്ത പറഞ്ഞ കേക്കൂല്ല ചേച്ചി. ഇതെന്തിനാ ഈ വിഷം മീൻ? എനിക്കറിയാൻ പാല എങ്ങാടുന്ന് ഇപ്പൊ കിട്ടിയെന്ന് പറഞ്ഞ് കൊണ്ടുവന്നേക്കാം. വാങ്ങിച്ചു അത് സമ്മതിക്കണ്ടേ? ഇതേ കൂട്ടുകാരൻ്റെ അടുത്തോട്ട് പോണതാ കാണണേ. അവിടെ വെച്ച് കറി വെക്കാനാണ്. നീ കഴിക്കല്ലേ, കൊച്ചിനും കൊടുക്കല്ലേ. ബ്ലൗസ് വെച്ചോടി. ബ്ലൗസ് തയ്ക്കാൻ പറ്റിയില്ലേ ചേച്ചി? എത്ര ദിവസമായടി ഇതിന്റെ അടുത്ത് തയ്ക്കാൻ തന്നിട്ട്? അതെന്താന്നറിയാമോ, അളവിൽ എനിക്ക് എന്തോ ഒരു സംശയം തോന്നിയതുകൊണ്ട് വെട്ടാഞ്ഞതാ. അതിന് അളവ് തന്നിരുന്നില്ലേടി നിനക്ക്? അളവ് തന്നിരുന്നു, പക്ഷെ ബ്ലൗസിലെ ചേച്ചി തന്ന അളവിന് എന്തോ ഒരു അളവനുസരിച്ച് വെട്ടി തയ്ക്കണം നിനക്ക്. അതെന്താന്ന് ചേച്ചി ഇരിക്കും. ഞാൻ എന്താടി നീ എന്നെ പിടിച്ചിട്ട് നീ മറിക്കാമോനെ, നീ ആ അമ്മയുടെ അരിഞ്ഞ സാധനം എടുത്തിട്ടുണ്ടോ? അതെന്താന്നറിയാവോ, സത്യം പറഞ്ഞ എന്റെ മിഷൻ കേടായി പോയി. അത് നീ നേരത്തെ പറയാത്തടി. എനിക്ക് നിന്നോട് ദേഷ്യപ്പെടുവോ ഞാൻ? ഞാൻ ബീട്രൂട്ട് അരിഞ്ഞോണ്ടിരിക്കായിരുന്നു. ഈ വീട്ടിലെ പണിയും എല്ലാം ഒതുക്കി വെച്ചിട്ട് തയ്ക്കാനിരിക്കുമ്പോഴത്തേനും മിഷൻ പണി മുടക്കും. തയ്ച്ചുതരാം, ഞാൻ നാളെ വൈകുന്നേരം തയ്ച്ചുതരാം. നാളെ വരുമ്പോഴേ അവര് പറയല്ലേ? ഇല്ല 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 ഇല്ല, നാളെ എന്തായാലും തയ്ച്ചുതരാം. ചേച്ചി, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനിരിക്കുവായിരുന്നു. പൊടി വായ അനക്കി അവിടെ വന്നിരിക്കുന്ന കൊച്ച്. ചേച്ചി, നമ്മുടെ മേരി ചേച്ചിയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ കെട്ടിയാനായിട്ട്? പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ആണുങ്ങൾ വാഴത്തില്ല. മേരി ചേച്ചിയുടെ വീട്ടിൽ അവര് പെണ്ണുങ്ങൾ തമ്മിൽ എപ്പോഴും പ്രശ്നം. അവിടെ ഒന്നാമത് ആ വീട്ടിൽ അങ്ങനെയാ. പിന്നെ അവരെ പ്രശ്നമായിട്ട് അയാള് പോയി. പെണ്ണുങ്ങൾ വഴക്കാ. ആ തള്ളയെ കണ്ടല്ലേ മോളും പഠിക്കത്തുള്ളൂ. അപ്പൊ ഈ മോള് ഉപേക്ഷിച്ച് വീട്ടിൽ വന്നിരിക്കുക. മോളുടെ കെട്ടിയവരെ ഉപേക്ഷിച്ചു? അയ്യോ, അത് ഇന്നാള് കല്യാണം കഴിഞ്ഞ കൊച്ചല്ലേ? അത് ഉപേക്ഷിച്ച് വീട്ടിൽ വന്നിരിക്കുക. തമ്പുരാനെ, കൊള്ളാലോ കളി. അതല്ലേ പറയുന്നത്. അതാണ് ചേച്ചി പറഞ്ഞത്, ആണുങ്ങള് വാഴത്തില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കൂല. ഒന്നിനൊന്ന് വഴക്കാടി അവിടെ. ചേച്ചി, എന്ത് കുടുംബല്ലേ, കണ്ടിട്ടുണ്ടെങ്കിൽ സ്വർണ്ണമാലയിട്ട് നടക്കണം. എന്ത് ചെയ്യാൻ ചേച്ചി? മരുമോൻ എന്ന് പിണങ്ങി പോയിട്ട് എന്തായി? ശരിയായി? പോയിട്ട് വന്നു. മോൻ വന്നോ? അത് ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? കണ്ണൂടിയൊക്കെ ഉണ്ടോ? കുടിക്കത്തില്ലടി, നല്ല സ്നേഹം. മരുമോനോ? അത് പറയും പോലെ അവൻ ജീവിക്കും. മോള് പറഞ്ഞ പോലെ അവിടെ പോവല്ലെന്ന് പറഞ്ഞാൽ അവിടെ പോവില്ല, ഇവിടെ പോവല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ പോവില്ല. അത് ശരി. അവളെ അപ്പൊ ഇപ്പൊ എവിടെയുണ്ട് മരുമോൻ? എവിടെയുണ്ട്? അവളെ നിങ്ങളുടെ വീട്ടിലുണ്ടോ? പൊന്നു പോലെ നോക്കേ. അപ്പൊ ചെറുക്കന്റെ വീട്ടിലോട്ട് പോവാറില്ല? പോകത്തില്ല ഇപ്പൊ. അത് ശരി. അത് നല്ല കാര്യമായല്ലോ. അപ്പൊ മോനും മരുമോളോ? അയ്യോ, അത് ഉള്ളതും ഇല്ലാത്തതും കണക്ക് തന്നെടി. അത് പെങ്കോന്തായി. മോനോ? അവള് പറയും പോലെ അവൻ കേക്കത്തുള്ളൂ. അമ്മ പറയുന്ന വാക്കൊന്നും അനുസരിക്കില്ല. മരുമോളെ നോക്കും? മരുമോള് നോക്കും. മരുമോളെ മതി. അവളെ പറയുന്ന ചട്ടം. ഞാൻ പറഞ്ഞ ഒന്നും അനുസരിക്കത്തില്ല. അതെ, അത് കൊള്ളൂല. എന്താ അമ്മ പറഞ്ഞ അനുസരിക്കണ്ടേ? ഭാര്യനെ മാത്രം നോക്കിയാൽ മതി. അവന്റെ ഇതാ അതാണ്. മോളെ മരുമോ നോക്കുന്നത് നല്ലത്, കുടുംബസ്നേഹി അല്ലേ? മരുമോളെ മോ നോക്കരുത്, അപ്പൊ അവൻ പെങ്കോന്ത് അതല്ലേ? എന്തല്ലേ? എന്നോട് ചോദിക്കട്ടെ, എന്നെ എവിടെയായിരുന്നു ചേട്ടാ? മീനങ്ങ് പോകണ്ടെങ്കിൽ ചേച്ചി അയച്ചോ. പുതിയ ഓർഡറും വന്ന് കാശും വന്നു. ഓ, എങ്ങനെ മുത്തുലക്ഷ്മി മീനൊക്കെ എന്ത് ചെയ്ത്? മുത്തുലക്ഷ്മിയുടെ കാല് കഴുകി നീ വണങ്ങണം. അയ്യോ, ഒന്ന് കൊണ്ടുവരാറുന്നില്ലേ? കാലും കെടുത്തിട്ട് വരായിരുന്നല്ലോ. നാട്ടിലെ വേറെ പെണ്ണുങ്ങളുണ്ട് നല്ല കൈപ്പുണ്യമുള്ള കേട്ടോ. അഹങ്കാരം കാണിക്കരുത്. ഞാൻ അഹങ്കാരമല്ലല്ലോ കാണിച്ചത്. കൊള്ളൂല്ലാത്ത സാധനം തിന്നണ്ടെന്ന് പറഞ്ഞു. അതിലെവിടെയാണ് തെറ്റ്? ഒരു തെറ്റുമില്ല. നിങ്ങൾക്കല്ലേ കൊള്ളൂല്ലാതെ ഉള്ളൂ. ഞങ്ങൾ കഴിച്ചവർക്ക് വളരെ സന്തോഷമായിരുന്നു. എൻ്റെ മോളെ ഇനി വാ, ഇനി വാ. ഇങ്ങനെയുണ്ട്. മടുക്ക പോലും ചെയ്യും. രാവിലെ വെള്ളം ഊർന്ന് മീൻകറി എന്ന് പറഞ്ഞ പുളിയിട്ട് കൊടംപുളി ഇട്ടിട്ടുള്ള മീൻകറി. എല്ലാ മീനും കൊടംപുളിയിട്ട് തന്നെ വെക്കണം. അല്ലാതെ കൊടംപുളിയിട്ടോ മീൻകറി മറ്റേ പറഞ്ഞ മുത്തുലക്ഷ്മി മാത്രമൊന്നുമല്ല. നിറവ് വേണോടെ, മനസ്സ് നല്ല മനസ്സോടെ അത് വേവിക്കണം. പിന്നെ മീൻ പൊരിച്ചത് എന്താ 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 പച്ചവെള്ളത്തിലിട്ടായിരിക്കും പൊരിച്ചത്. പച്ചവെള്ളത്തിലിട്ട് തന്നെ പൊരിക്കണം. നിങ്ങളിവിടെ അങ്ങനെ തന്നെ പൊരിക്കണേ നമുക്കറിയാം. അതിൻ്റെ ഇത് കാണാനും ഉണ്ട്. നിങ്ങൾ എത്ര നാളും പട്ടിണി കണക്കുമായിരുന്നു? എൻ്റെ തങ്കം, നല്ല ആഹാരം ഞാൻ ഇന്നാണ് എൻ്റെ ജീവിതത്തിൽ കഴിച്ചത്. ഒരു സ്ത്രീ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന അതിന് ശേഷം ഞാൻ കഴിക്കണത് ഇന്നാണ്. ഒരു നല്ല ഫുഡായിരുന്നു. ഒരു കാര്യം ചെയ്യ്,
ഇനി മുതല് രാവിലെ ഉച്ചക്ക് രാത്രി എല്ലാ ഭക്ഷണം മുത്തുലക്ഷ്മിയുടെ അടുത്ത് നിന്നാക്ക്. ഇനി മുതലല്ല, നാളെ മുതൽ. നാളെ രാവിലെ മുതൽ ഞാൻ അങ്ങോട്ട് ആക്കാൻ പോവാ. ഓ നടരാജൻ എന്നെ വിളിച്ചിട്ടുണ്ട്. നേതാവ് നമുക്ക് ഇവിടെ തന്നെ കൂടാന്ന്. പക്ഷെ പ്രശ്ന എന്താ പ്രശ്നം? ഓർഗൻസ് കടിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട് തക്കളി മോളെ, എനിക്ക് തോന്നുന്നു മനുഷ്യർക്ക് മാത്രമേ ഇത് ബാധിക്കുള്ളൂ എന്ന് തോന്നുന്നു. ആ ശരിയാ ശരിയാ ആ ശരിയാ ശരി തന്നെയാണ് നിങ്ങൾ പറഞ്ഞ ആ കാര്യത്തിൽ. അത് മിക്കവാറും അതായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ പണ്ടേ തട്ടിപ്പോണ്ടതാ. പക്ഷെ മനുഷ്യന്മാർക്കാണ് ഈ അഹങ്കാരം കൂടുതലുള്ളത്. അഹങ്കാരമൊക്കെ ആവാം. ഞങ്ങള് കുറച്ച് പാവം മൃഗങ്ങളെ സന്തോഷത്തോടെ കഴിച്ചു. മുഖമൊക്കെ നോക്കിയേ, ഇച്ചിരി വീങ്ങിയിട്ടുണ്ട്. വീങ്ങും. അതെന്താ നല്ല രീതിയിൽ ഭക്ഷണം ചെന്നതിന്റെ ആ ഒരു ഉണർവാണ് നല്ല ഭക്ഷണത്തിന്റെ. എത്ര പറഞ്ഞാലും നീ ആരെ തോപ്പിക്കാനാണ്? എവിടെന്നെങ്കിലും കേട്ട എന്തെങ്കിലും ഒരു അറിവ് കൊണ്ട് ഉടനെ അങ്ങ് വലിയ ആളാവുകയാണ്. ബാക്കി എല്ലാ ആൾക്കാരെല്ലാം പൊട്ടന്മാര്, പിന്നെ ക്ലീറ്റോ മാത്രം എല്ലാം തികഞ്ഞ് എല്ലാം അറിയാവുന്ന. നീ പറയണില്ല, നീ ഇതൊക്കെ വിഷം എന്ന് പറയണേ. നീ അടുക്കളയിൽ ഉപയോഗിക്കണ ഉപ്പിൽ എന്താ വിഷമില്ലേ? നിനക്കറിയാമോ ഉപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന്? കടൽ വെള്ളം വറ്റിച്ചാണ് ഉപ്പ് ഉണ്ടാക്കണത്. ആ കടൽ വെള്ളത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചേരണമെന്ന് അറിയാമോ? പിന്നെ ഇത് വൃത്തിയാക്കണമെന്ന് പറയണല്ലേ, ആര് കണ്ടത് വൃത്തിയാക്കണം? അങ്ങ് മാരി തട്ടുകണത്, അത് കുഴപ്പമില്ല. പിന്നെ പച്ചക്കറിയിൽ വിഷമേ ഇല്ല. എന്നിട്ടാണ് ഒരു മീൻ മാറ്റുള്ളത്. ഇതൊക്കെ ചൂണ്ടയ്ക്ക് പിടിക്കണ മീനാണ്, നല്ല ഫ്രഷ് മീൻ. അതുകൊണ്ട് മാത്രമാണ് ഹുസൈൻ എനിക്ക് തന്നത്. നിനക്ക് വിധിയില്ല, അത്രേ ഉള്ളൂ. നല്ലത് തിന്നാനുള്ള വിധിയില്ല. എൻ്റെ പൊന്നുമോളെ, നിനക്ക് എന്നും ഇവിടെ നിന്ന് നിൻ്റെ അമ്മ ഉണ്ടാക്കണ ചപ്പും ചവറും തിന്നാൻ തന്നെയാണ് വിധി. നാളെ മുതൽ വന്നാൽ മുത്തുലക്ഷ്മിയുടെ കൂടെ അവിടെ നിന്ന് നല്ല ആഹാരമൊക്കെ കഴിക്കാം. എന്ത് പറയുന്നത്, അടുക്കള ഇവിടെ പൂട്ടാം, നമുക്ക് ഗ്യാസും ലാഭം. വലിയ മീനായിരുന്നു. അയ്യോ എന്താ ഈ കസേര ഇവിടെ വഴി കൊണ്ടിട്ടേ മനുഷ്യന്റെ കാല് പോയി. ക്ലീറ്റോ, ഡാഡിയുടെ ക്ലീറ്റോ, വെളുപ്പിനെ മനുഷ്യരെ എന്നിട്ട് ഡാഡി എവിടെ? ബാത്റൂമിൽ കാണും. ക്ലീറ്റോ, വെച്ചേ ആ കണ്ടില്ല. ക്ലീറ്റോ, എവിടെ പോയി? ക്ലീറ്റോ, എവിടെ അമ്മ? ക്ലീറ്റോ, ഡാഡി ഇത് ഇവിടെ വന്നിരിക്കണ ക്ലീറ്റോ? എന്താ മുഖത്തെന്താ? തണുപ്പ് തണുപ്പ് പോലെ മുഖത്തെന്ത് എന്താ ചൊറിയണേ? കൊതു ഈ കൈ കാണിച്ചേ. കൊതു അടിക്കുന്നതാ. നോക്ക്. എനിക്ക് കാണണ്ട. അല്ല മുഖം നോക്ക്, മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ടാ. എനിക്ക് കാണണ്ട. എന്താ കാണണ്ടാത്തത്? ഞാൻ കണ്ടത് തന്നെ. ആ അപ്പൊ രാവിലെ എഴുന്നേറ്റ് അതൊക്കെ നോക്കി നല്ലോണം ചൊറിയേ. ആ രമണി ചേച്ചി വന്നപ്പോഴത്തേന് നിങ്ങളോട് ആ വിഷമീൻ എന്ത് ചെയ്യാൻ പോവാന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ധിക്കരിച്ചോണ്ട് ഓടണ്ടായിരുന്നു നടരാജന്റെ അടുത്തോട്ട്. ഇപ്പൊ എന്തായി? പറയുമ്പോ കുറേശ്ശെ കേക്കണം ക്ലീറ്റോ. ആ ചേച്ചിയുടെ കെട്ടിയോൻ ഇതേപോലെ വന്നിട്ട് 1 മാസം ചൊറിഞ്ഞോണ്ട് നടന്നു. എന്റെ മുഖത്ത് ചൊറിച്ചിലൊന്നുമില്ല. സാരമില്ല, സാവധാനം വന്നോളൂ. ഇതിപ്പോ മാറും. മാറും. വേഗം ആശുപത്രിയിലോട്ട് വിട്ടോ. ഈ കാണാവുന്ന പത്രത്തിലും ടിവിയിലൊക്കെ പറയണത് വെറുതെ അല്ലേ? ഇപ്പൊ ആ ഒരു മീൻ തിന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ചത്തുപോകുമായിരുന്നു. മനുഷ്യനിത് ചൊറിയാൻ സമ്മതിക്കോ? നിങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഇപ്പൊ നടരാജന്റെ വീട്ടിൽ നല്ല രസമായിരിക്കും. അമ്മ ഇതാണ് ഇപ്പൊ പറയണേ, അറിയാത്തുള്ള ചൊറിയുമ്പോ അറിയുമെന്ന്. ഇത് തന്നെ. ആർക്കൂടെ ചൊറിയണം? ചൊറിയുന്നില്ലേ? എനിക്ക് ചൊറിയുന്നൊന്നുമില്ല. ആ കുഴപ്പമില്ല.